വെൽക്കം ടു ടോപ്പ് റാങ്കർ. 10ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ബീർ ബഹുട്ടിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സാഹിലും ബേലയും രണ്ട് കൂട്ടുകാരായിരുന്നു. ഒന്നിച്ചായിരുന്നു അവർ നടക്കുന്നത്, ഒന്നിച്ചായിരുന്നു കളിക്കുന്നത്, ഒന്നിച്ചായിരുന്നു കുസൃതി കാട്ടുന്നത്. പക്ഷെ പെട്ടെന്ന് അവിചാരിതമായി അവർക്ക് വേർപിരിയേണ്ടി വരുന്നു. അവരുടെ വേദന എത്രമാത്രമാണെന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. പ്രഭാജിയുടെ കഹാനിയാണിത്. അപ്പം ചാപ്റ്ററിൻ്റെ പേര് ബീർ ബഹൂട്ടി. ഇപ്പോൾ ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ദ്രകോപം എന്ന അർത്ഥമുണ്ട്. ഇന്ദ്രകോപം എന്ന് പറയുന്ന ഒരു കീടമാണ് ബീർ ബഹൂട്ടി. അപ്പം ചാപ്റ്റർ തുടങ്ങുന്നത് എങ്ങനെയാണ്? ബാദൽ ബഹുത് ബർസ് ലിയേ थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. നന്നായി മഴ പെയ്തിരുന്നു, എന്നിട്ടും ധാരാളം ജലം മേഘങ്ങളിൽ അവശേഷിച്ചിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഇനി മഴ പെയ്യും എന്നൊരു ഭാവത്തിലാണ് ഇപ്പോഴും അന്തരീക്ഷം നിൽക്കുന്നത്. വേ ഖേത്തവും ജംഗലോങ്കി ഊപ്പർ ഛായേ ഹുയേ थे. മേഘങ്ങൾ എവിടെയാണ് വ്യാപിച്ചിരുന്നത്? വയലുകളുടെയും കാടുകളുടെയും മുകളിലായാണ് മേഘങ്ങൾ വ്യാപിച്ചിരുന്നത്. സാര ആകാശ് മേഘം സെ ഭരാത. മുഴുവൻ ആകാശവും ആകാശം മുഴുവൻ മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. മേഘോങ്കി ഛായവും ഗീലി ഹവായും ഇതർ ഉദർ ഗൂം രഹോതി. എന്ന് വെച്ചാൽ എന്താണ്? മേഘങ്ങളുടെ നിഴലുകളിൽ നനവുള്ള ഇളം കാറ്റ് അവിടെയും ഇവിടെയുമൊക്കെയായി ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने में अभी भी गीले थे. पेड़ों के तने अभी भी गीले थे. എന്ന് വെച്ചാൽ എന്താണ്? മരങ്ങളുടെ തടികൾ ഇപ്പോഴും നനവുള്ളതായിരുന്നു. മരങ്ങളുടെ തായ്തടികൾ, തനെന്ന് വെച്ചാൽ തായ്തടികൾ ഇപ്പോഴും നനവുള്ളതായിരുന്നു. മൂംഗ്ഫലിയോं के हरे खेतों में पीले फूल अभी भी खिले थे. മൂംഗ്ഫലി എന്ന് വെച്ചാൽ നിലക്കടല. നിലക്കടലയുടെ പച്ചപ്പ് നിറഞ്ഞ തോട്ടങ്ങളിൽ മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനഞ്ഞിരുന്നു, കുതിർന്നിരുന്നു. ഖേത്തോമേ വയലുകളിൽ ചോട്ട ചോട്ട ബാജറ ഉഗാദ. വയലുകളിൽ ചെറിയ ചെറിയ ബാജറ കിളർത്തിരുന്നു. ചോളം എന്നാണെന്നോ ബാജറ. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अड़की हुई थी. ബാജറയുടെ നീളമുള്ളതും കനം കുറഞ്ഞതുമായ ഇലകളിൽ മഴത്തുള്ളികൾ തങ്ങി നിന്നിരുന്നു. ബാരിഷ് की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. മഴക്കാലത്തെ കാറ്റിൽ നനഞ്ഞ വയലുകളുടെയും മഴക്കാല പച്ചപ്പിന്റെയും ഗന്ധം കലർന്നിരുന്നു. ഇത്രയുമാണ് ആ വരികളുടെ അർത്ഥം. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. ഉന്നെ ബീർ ബഹൂടിയം സെ മിൽന ഹോത്താ താ. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ചുവന്ന ഒരു കീടമാണ് മഴക്കാലത്ത് കാണപ്പെടുന്ന. അതിന് ഇന്ദ്രഗോപം എന്ന അർത്ഥമുണ്ട്. സവേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പഹലെ നികൽ ചാത്തേ थे. അവർക്ക് ഈ മഴക്കാലത്ത് കാണപ്പെടുന്ന ആ ചുവന്ന കീടങ്ങളെ കാണണമായിരുന്നു. അതുകൊണ്ട് സ്കൂളിലേക്ക് പോകാനായി അവർ വീട്ടിൽ നിന്നും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാറുണ്ടായിരുന്നു. കസ്ബേ സെ സഡേ ഇൻ ഖേത്തോമേ ബീർ ബഖൂഡിയാം ഖോജ കർത്തേ ഥേ. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ചെറുപട്ടണം, കസ്ബ എന്ന് പറഞ്ഞ ചെറുപട്ടണമാണ്. ചെറുപട്ടണത്തോട് ചേർന്നുള്ള ഈ വയലുകളിൽ ചുവന്ന കീടങ്ങളെ അവർ തിരയാറുണ്ടായിരുന്നു. സൂർഖ് മുലായം ഗദ്ബതി ബീർ ബഹൂട്ടിയാം. അത് ബീർ ബഹൂട്ടിയെ വർണ്ണിക്കുന്നതാണ്. എങ്ങനെയാണ്? രക്തത്തിന്റെ കളറും മൃദുവായതും ഭംഗിയുള്ളതുമായ കീടങ്ങളായിരുന്നു അവ. അപ്പോൾ ഓരോ വാക്കിന്റെയും അർത്ഥം നോക്കുവാണെങ്കിൽ സുർഖ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ചുവപ്പ് നിറമെന്നാണ്. മുലായം എന്ന് വെച്ചാൽ മൃദുവായതല്ലേ, സോഫ്റ്റ് എന്നാണ്. ഗദ്ബതി എന്ന് വെച്ചാൽ മനോഹരമായ എന്നാണ് അർത്ഥം. ഉൻകെ ബസ്തെ ഉൻകി പീഡ് पर लदे होते थे, कंधों पर टांगे होते थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सड़कर बीर बहूटियां खोजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. എന്ന് വെച്ചാൽ അവരുടെ ബാഗുകൾ, അതായത് അവർക്ക് മഴക്കാലത്ത് വയലുകളിൽ കാണപ്പെടുന്ന ചുവന്ന കീടങ്ങളെ കാണണമെന്നുള്ളതുകൊണ്ട് സ്കൂളിലേക്ക് പോകാനായി അവർ വീട്ടിൽ നിന്നും കുറച്ച് നേരത്തെ ഇറങ്ങാറുണ്ടായിരുന്നു. ആ ചെറുപട്ടണത്തോട് ചേർന്നുള്ള വയലിൽ ചുവന്ന കീടങ്ങളെ തിരയാറുണ്ടായിരുന്നു. രക്തവർണ്ണമുള്ളതും മൃദുവായതും ഭംഗിയുള്ളതുമായ കീടങ്ങളായിരുന്നു അവ.
അപ്പോൾ ധർത്തി പർ ചൽത്തി ബിർത്തി ഖൂൻകി പ്യാരി പ്യാരി ബൂന്ത എന്ന് പറഞ്ഞാൽ അതായത് മണ്ണിൽ ചുറ്റിക്കറങ്ങുന്ന ഭംഗിയുള്ള രക്തത്തുള്ളികളെ പോലെയാണ് അവ കാണപ്പെട്ടത്. പിന്നെ ഉൻകെ ബസ്തെ ഉൻകി പീഡിപ്പല്ലതേ ഹൊത്തേതേ, അവരുടെ ബാഗുകൾ അവരുടെ പുറത്ത് തോളിൽ പുറത്തോട് ചേർത്ത് തോളിൽ തൂക്കിയിരുന്നു. ഉൻകെ ബസ്തെ ഉൻകി പീഡിപ്പർ ലതേ ഹൊത്തേതേ കന്തോമ്പർ ടാങ്കെ ഹൊത്തേതേ എന്ന് വെച്ചാൽ പുറത്തോട് ചേർന്ന് തോളിൽ അവരുടെ ബാഗുകൾ തൂക്കിയിരുന്നു. വേ ഏക ദൂസരെ ബഹുത് നസ്ദീക് രഹ്കർ ബൽക്കി കഹന ചാഹിയെ ബിൽക്കുൽ സടുക്കർ ബീർ ബുഖോടിയാം കോശ്ചേതേ എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം വളരെ അടുത്ത് ചേർന്നിരുന്ന് ചുവന്ന കീടങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठचाയ करते അതിനെ കാണാൻ വേണ്ടി അവർ പതിവായി മഴയുടെ ഗന്ധം നിറഞ്ഞ തവിട്ട് നിറത്തിലുള്ള മണ്ണിൽ ഇരിക്കുമായിരുന്നു. ഇതിലെ ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, ഖൂൻ എന്ന് പറഞ്ഞാൽ രക്തം, ചൽന ബിർന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക, പ്യാരി എന്ന് വെച്ചാൽ മനോഹരമായ, പീഠ് പുറം, ലദിന എന്ന് വെച്ചാൽ ചുമക്കുക, കന്ത എന്ന് വെച്ചാൽ തോള്, ടങ്കിന എന്ന് വെച്ചാൽ തൂങ്ങുക, നസ്ദീക് എന്ന് വെച്ചാൽ അടുത്ത്, പിന്നെ ലാൽ എന്ന് വെച്ചാൽ ചുവന്ന, ഭൂരി എന്ന് വെച്ചാൽ തവിട്ട് കളറിനാണ് പറയുന്നത്. സെമീൻ പർ എന്ന് വെച്ചാൽ തറയിൽ അല്ലെങ്കിൽ മണ്ണിൽ. നമ്മൾ ഈ ചില വാക്കുകളുടെ ഉച്ചാരണത്തിന് ഇവിടെ വടക്കേന്ത്യയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ ജയഡടിയിൽ കുത്തിടുമ്പോൾ സാന്ന് വായിക്കും, അവിടെ ജാന്നേ വായിക്കുള്ളൂ. അപ്പോൾ അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉന്നെ ബീർ ബഹുഡിയം സെ മിൽന ഹോത്തത, അവർക്ക് ബീർ ബഹുഡിയെ കാണണമായിരുന്നു. വേ സ്കൂൾ के लिए घर से कुछ समय പകലെ निकल जाते, അതുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. കസ്ബേ സെ സഡേ ഇൻ ഖേതോ മേ ബീർ ബഹുഡിയാൻ കോച്ചാ കർത്തേ थे, പച്ചേറ് പട്ടണത്തിനോട് ചേർന്നുള്ള വയലുകളിൽ അവർ ഈ ബീർ ബഹുഡിയെ തിരിയുമായിരുന്നു. സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹുഡിയം എന്ന് വെച്ചാൽ മനോഹരമായ മൃദുവായ, മുലായം എന്ന് വെച്ചാൽ മൃദുവായ ചുവന്ന കളറിലുള്ള ബീർ ബഹുഡിയായിരുന്നു. ധർത്തി പർ ചൽത്തി ഫിർനി ഉൻകി പ്യാരി പ്യാരി ബൂന്തയും, മണ്ണിൽ ചുറ്റിക്കറങ്ങുന്ന രക്ത കളറുള്ള രക്തവർണ്ണമായ രക്തത്തുള്ളികളെ പോലെയാണ് അവ തോന്നിച്ചത്. ഉൻകെ ബസ്തെ ഉൻകി പീഡ് പർ ലതേ ഹോത്തേ ഥേ, കന്തോ പർ ടാങ്കെ ഹോത്തേ ഥേ, അവരുടെ ബൈക്കുകൾ അവരുടെ പുറത്ത് തോളിനോട് ചേർന്ന് തൂങ്ങിക്കിടന്നിരുന്നു. വേ ഏക് ദൂസരെ ബഹുത് നസ്ദീക് രഹ്കർ ബൽക്കി കഹന ചാഹിയെ ബിൽക്കുൽ സഡ്കർ ബീർ ബഹുഡിയാൻ കോശ്ചേ ഥേ, അവരൊരാളുടെ ഏറ്റവും അടുത്ത് തന്നെ ഇരുന്നു കൊണ്ട് ബീർ ബഹുഡിയെ തിരഞ്ഞുകൊണ്ടിരുന്നു. ഉന്നെ ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി സമീൻ പർ ബൈഠായ കർത്തേ ഥേ, അതായത് മഴയുടെ മണം നിറഞ്ഞ തവിട്ട് നിറമുള്ള മണ്ണിൽ അവയെ കാണുന്നതിന് വേണ്ടി അവർ തറയിൽ ഇരുന്ന് തിരഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. ബേല देखो इस बीर बखोटी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിൽ ने कहा. ബേല നോക്കൂ, ഈ ബീർ ബഹൂട്ടിയുടെ കളറ് നിന്റെ റിബണിന്റെ കൂട്ട് ചുവപ്പാണ്. തുമ്നെ കുച്ച് സുനാ ബേല. അപ്പൊ ബേല ഒന്നും കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് സാഹിൽ ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കേട്ടോ ബേലെ? ഹാ സുനാ, ആ കേട്ടു. പഹലി കണ്ടില്ലേ ഗയി ഹേ, ആദ്യത്തെ ബെല്ലടിച്ചു, അതാണ് കേട്ടത്. ഇപ്പോൾ സാഹിൽ എന്തായിരുന്നു പറഞ്ഞത്? ബേല നിന്റെ റിബണിന്റെ കളർ കൂട്ടാണ് ഈ ബിർബഹൂട്ടിയുടെ കളറെന്ന്. അപ്പം ബേല കേൾക്കാത്ത പോലെ ഇരുന്നത് കൊണ്ടാണ് ചോദിച്ചത്, തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല എന്ന്. അപ്പോൾ ബേല എന്താ പറഞ്ഞത്? ആ കേട്ടു, ആദ്യത്തെ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ പറയാണ്, ലേക്കിൻ പക്ഷേ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം. അടുത്ത പാരഗ്രാഫിൽ കിടക്കാം. പിന്നീട് കാണിക്കുന്നത് പഴയൊരു കാലമാണ്. 1981 साल, 1981 വർഷം. राजस्थान में जयपुर के नजदीक सवारी गाड़ियों और माल गाड़ियों कस्बे की लगभग सोने तंग गलियों में खामोश खड़े बिजली के खंभे के बीच खींची तारों की कतारें. इन गलियों में जहां तहां दिखाई पड़ते मीठी खंडियां बजाते फेरी वाले. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിന് സമീപം യാത്രാവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കൊണ്ട് നിറഞ്ഞ ഫുലേറ ജംഗ്ഷനാണ്. ആ ചെറുപട്ടണത്തിലെ ഏറെക്കുറെ വിജനമായ, സൂനി എന്ന് വെച്ചാൽ വിജനമായ സ്ഥലങ്ങളാണ്. അവിടെ എന്താണ്, ഇടുങ്ങിയ തെരുവുകളാണ് ഉള്ളത്. ഗലിയോമേ ഖാമോശ ഖടെ ബിജലി കെ ഖംഫെ, ഗലികളിലെ നിശബ്ദമായി നിൽക്കുന്ന സ്തംഭങ്ങൾ, ബിജലിയുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ.
അതിന്റെ ഗലിയ में खामोश खड़े बिजली के खंभे खंभों के बीच खींची तारों की कतारें എന്ന് വെച്ചാൽ ഈ പോസ്റ്റുകളുടെ ഇടയ്ക്ക് വലിച്ചു കെട്ടിയ കമ്പികളുടെ നിരകള്. ഇൻ ഗലിയോമേ ജഹാ തഹാ ദിക്കായി പെടുത്തെ മീठी ഖണ്ഡിയും ബജാത്തെ ഫേരി വാലെ. ഇതിനിടയിൽ നമ്മൾക്ക് എന്ത് കാണാം? മധുരമായ ശബ്ദത്തിൽ മണി മുഴക്കി അങ്ങിങ്ങ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന കച്ചവടക്കാരെ കാണാം. ഇത്രയും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വരികളിലേക്ക് കടക്കാം. अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाजें, उनके पीछे चलता एक बदन उगाड़े कुम्हार, इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇരുട്ട് വ്യാപിച്ചതുപോലെ തോന്നുന്ന ആ തെരുവിലെ 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദങ്ങൾ കേൾക്കാം. അവയ്ക്ക് പിന്നാലെ നടക്കുന്ന അർദ്ധനഗ്നനായ ഒരു കുശവൻ എന്ന് പറഞ്ഞാൽ ഷട്ടിടാത്ത ഒരുനോട് വായിക്കാൻ. अंधेरी सी गली में 6-7 गधों की खुरों की टापों की आवाजें, उनके पीछे चलता एक बदन उखाड़े कुम्हार, इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पेन में സ്യാഹി ഭർത്തേ थे. എന്ന് വെച്ചാൽ തെരുവുകളിലെ ആ തെരുവിനെ പറ്റി പറയാണ്. ഇരുളു വ്യാപിച്ച തെരുവാണ്. ആ തെരുവില് 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാം. അവയ്ക്ക് പിന്നാലെ നടക്കുന്ന അർദ്ധനഗ്നനായ ഒരു കുശവനെ കാണാം. ഈ കാഴ്ചകളുടെ ഇടയിലൂടെ കടന്നു വരുന്ന 2 സ്കൂൾ കുട്ടികളാണ് ബേലയും സാഹിലും. ആ ദിവസങ്ങളിൽ പേനയിൽ 5 പൈസയ്ക്ക് നീല മഷി നിറയ്ക്കാമായിരുന്നു. സ്റ്റേഷനറി കച്ചവടക്കാർ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറയ്ക്കുമായിരുന്നു. അത്ര നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം. കുശവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കലമുണ്ടാക്കുന്ന ആൾക്കാണ് കുശവൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് ഇതിനകത്തിടെ കാണാൻ പറ്റുന്ന ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ, ഇസി ദൃശ്യക്ക് ബീച്ചസെ ഗുജർത്തെ ഹുയെ 2 സ്കൂളിൽ വെച്ച്. ഈ ദൃശ്യങ്ങളുടെ ഇടയിൽ കൂടി കടന്നു വരുന്ന 2 സ്കൂൾ കുട്ടികളാണ്. ആരൊക്കെയാണത്? ബേല और സാഹിൽ. ബേലയും സാഹിലുമാണിത്. അപ്പോൾ നമ്മളെ ആ ഒരു കാലഘട്ടത്തിലെ ജയ്പൂരിന് സമീപമുള്ള ആ ഒരു തെരുവ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് കഥാകൃത്ത്. പിന്നെ ഈ കാഴ്ചകളുടെ ഇടയിലൂടെ 2 കുട്ടികൾ കടന്നു വരുന്നത് ബേലയും സാഹിലുമാണ്. പിന്നെ അതിനകത്ത് പറയുന്ന കാര്യം, ഉൻ ദിനോമേ പെൻമേ 5 പൈസമേ നീലി സ്വാഗി ഭരിച്ചത്. ആ സമയത്തൊക്കെ 5 പൈസയ്ക്ക് നീല മഷി കടകളിൽ നിറയ്ക്കുമായിരുന്നു. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ ഡ്രോപ്പേഴ്സ് പെൻമേ സ്വാഹി ഭർത്തേത്. സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറച്ചു തരുമായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ നമ്മൾ അടുത്തുള്ള കടകളിൽ പോയി ഇതുപോലെ ഡ്രോപ്പറിൽ നിന്ന് പേന, അന്ന് 5 പൈസയാണെന്ന് തോന്നില്ല, 50 പൈസയ്ക്കൊക്കെയാണ് നിറച്ചു തന്നിരുന്നത്. पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. അപ്പൊ പേനയിലെ കുറച്ച് മഷി മിച്ചമുണ്ടായിരുന്നത് എന്തോ ചെയ്തു? സാഹിൽ നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. പുതിയ മഷി നിറയ്ക്കാനായിട്ട് 2 പേരും കടയിലെത്തി. ഒരു പേന മഷി നിറച്ചു തരൂ, സാഹിലിനേക്കാൾ മുൻപേ ബേല കയറി പറഞ്ഞു. അപ്പോഴ് ഇതെന്ന് പറയുന്നത്, ഇച്ചിരി മഷി ഉണ്ടായിരുന്നത് ആരാ കളഞ്ഞത്? സാഹിലാണ് നിലത്ത് കുടഞ്ഞു കളഞ്ഞത്. അപ്പം ഒരു പേന മഷി നിറച്ചു തരാൻ സാഹിൽ പറഞ്ഞതിന് മുമ്പ് തന്നെ ബേല കയറി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത നോക്കാം. അതിനു മുമ്പ് ഇതിന്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ബെച്ചിന എന്ന് പറഞ്ഞാൽ അവശേഷിക്കുക, സെമീൻ എന്ന് പറഞ്ഞാൽ നിലം, ഫർവാന എന്ന് വെച്ചാൽ നിറയ്ക്കുക, പഹൂഞ്ചന എന്ന് വെച്ചാൽ എത്തുക, ഖാലി എന്ന് വെച്ചാൽ ശൂന്യമായത്. അത്രയാണ് ഇതിലെ വാക്കുകളുടെ അർത്ഥം. സ്വാഹിയുടെ അർത്ഥം പറഞ്ഞായിരുന്നു, മഷി എന്ന് പറഞ്ഞായിരുന്നു. ചിടക്കിനാന്ന് വെച്ചാൽ കുടഞ്ഞു കളയുക എന്നാണ് അർത്ഥം. അപ്പൊ ഇതിലെ വാക്കുകളുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വരികൾ നോക്കാം. ബേട്ടാ സാഹി की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी, लेकिन इसने तो पेन में जो स्याही दी उसे भी जमीन पर छिड़क दिया. बेला बोली. बेटा साही की बोतल अभी अभी खाली हो गई. ഇതാരാണ് പറയണത്? ഇത് കടക്കാരനാണ് പറയണത്. എന്താ പറയുന്നത്? മോനെ, മഷിയുടെ കുപ്പി ഇപ്പോഴാണ് കാലിയായത്. അപ്പോ കൽഹി മിൽ പായകി, ഇനിയിപ്പോ നാളെ കിട്ടത്തുള്ളൂ. അപ്പോഴ് ബേല പറയുന്നു, ലേക്കിൻ इसने तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया. അപ്പൊ എന്താ ബേല പറയണത്? ഈസ്നെ തോ പെൻ में जो स्याही थी उसे भी जमीन पर छिड़क दिया. പേനയിൽ ഉണ്ടായിരുന്ന മഷി കൂടി ഇവൻ കുടഞ്ഞു കളഞ്ഞു എന്നാര് പറഞ്ഞു? ബേല പറഞ്ഞു. ഇതിലെന്ന് പറഞ്ഞാൽ സ്വാഹി എന്ന് പറഞ്ഞാൽ മഷി, മില്ല എന്ന് പറഞ്ഞാൽ കിട്ടുക, ഖാലി എന്ന് പറഞ്ഞാൽ ശൂന്യമായത്,
പിന്നെ छिड़क दिया എന്ന് പറഞ്ഞാൽ കുടഞ്ഞു കളയുക. ഇതിലെ വാക്കുകളുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വരികൾ നോക്കാം. बादल को देखकर खड़े को नहीं बुलाना चाहिए, दुकान वाले भैया ने कहा और पूछा कौन सी में पढ़ते हो. അപ്പം കടക്കാരൻ പറഞ്ഞു, അതായത് ഒരു പഴഞ്ചൊല്ലാണ്, അതായത് മഴയെ കണ്ടുകൊണ്ട് കുടം കമഴ്ത്തരുതെന്ന്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മഴ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളം കളഞ്ഞിട്ട് നമ്മൾ മഴ വരുന്നു എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കില്ലേ, മഴ പെയ്തില്ലെങ്കിൽ നമ്മൾക്കത് നഷ്ടമാകും എന്നാണ് ഇതിന്റെ അർത്ഥം. ബാദൽക്കോ ദേക്കർ ഖടേക്കോ നഹി ദുലാന ചെയ്യേ, ദുക്കാൻ വാല ബയ്യാനെ കഹ ആർ പൂച്ച കോൻസിമേ പഠിത്തേ ഹോ. അതിനോടൊപ്പം ചോദിച്ചു എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പാഞ്ചവി മേ സാഹിൽ ने ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाप हो. അപ്പൊ എത്രയുള്ള 5ലാണ് പഠിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് സാഹിൽ പറഞ്ഞത്, 5ൽ പഠിക്കുന്നത് ഏതാണ്ട് വലിയ പാപമാണെന്നുള്ള മട്ടിലാണ് സാഹിൽ മറുപടി പറഞ്ഞത്, വിഷമത്തോട്. അപ്പൊ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്, അത് നിങ്ങൾക്ക് അടുത്ത പാഠഭാഗത്തേക്ക് വരുമ്പോൾ മനസ്സിലാകും. അപ്പൊ അത്ര ഒരു വിഷമമുണ്ട് സാഹിലിന്റെ മനസ്സിൽ, അതുകൊണ്ടാണ് അങ്ങനെ എന്തോ ഒരു പാപം ചെയ്യുന്നത് പോലെ ഇങ്ങനെ പറയുന്നത്. ഒന്നുകൂടെ പറയാം. बादल को देखकर खड़े को नहीं बुलाना चाहिए, दुकान वाले भैया ने कहा और पूछा कौन सी में पढ़ते हो. पांचवी में साहिल ने ऐसे बुरे मन से बताया जैसे पांचवी में पढ़ना पाप हो. ഇതിനകത്ത് ബദായ എന്ന് വെച്ചാൽ പറഞ്ഞു, ഖുഷോക്കർ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി പറഞ്ഞു. മേഘം കണ്ട് കുടം ചരിച്ചു കളയരുത്, കച്ചവടക്കാരൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണ് എന്നുള്ള വിധത്തിൽ അനിഷ്ടത്തോടെയും വിഷമത്തോടെയും കൂടിയാണ് സാഹിൽ ഇതിന് മറുപടി അറിഞ്ഞത്. അപ്പൊ ബാക്കി പാഠഭാഗം പഠിക്കുമ്പോൾ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അടുത്ത വരികളിലേക്ക് പോകാം. दोनों दुकान वाले भैया ने कहा हाँ दोनों और हम दोनों का सेक्शन भी एक ही है. बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. അപ്പം ബേലയാണ് പറയുന്നത്, ദുക്കാൻദാർ ചോദിക്കുകയാണ്, കടക്കാരൻ ചോദിക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ ബേല പറഞ്ഞു രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷനും ഒന്ന് തന്നെയാണ്. ഇതേതാ വലിയ കാര്യമാണ് എന്നതുപോലെ ബേല വളരെ സന്തോഷത്തോടെയാണ് ഇത് പറഞ്ഞത്. അപ്പം ദുക്കാൻദാർ ചോദിച്ചു രണ്ടുപേരും എന്ന് ചോദിച്ചു. രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ തന്നെയാണ്, ഏതാണ്ട് വലിയ കാര്യം എന്ന പോലെ ബേല മറുപടി പറഞ്ഞു. അടുത്ത വരികൾ നോക്കാം. ഇത് നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. क्लास में दोनों पास पास बैठते थे, कापी में काम करते तो दोनों कापी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमकुड़ी सन 57 में बहुत अलवर पुरानी थी, पढ़ता तो बेला भी चमकुड़ी सन 57 में बहुत अलवर पुरानी थी, पढ़ती थी. അപ്പോൾ ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കാപ്പിയുമേ കാം കർത്തട്ടെ, അതായത് കോപ്പിയിൽ എഴുതുവാണ് രണ്ടുപേരും ഒരുപോലെ എഴുതും. പുസ്തകം വായിക്കുവാണ് രണ്ടുപേരും ഒരുപോലെ വായിക്കും. മാത്രമല്ല ഒരേ പാഠം തന്നെ വായിക്കുള്ളൂ. 57ൽ തിളങ്ങിയിരുന്ന ആ വാൾ പഴയതായിരുന്നു എന്ന് സാഹില് വായിച്ചാല് ബേലയും പറയും അത് തന്നെ. ബേല പറയും വെള്ളം കുടിക്കാൻ പോകാം എന്ന്, അപ്പോ സാഹിലും പറയും വെള്ളം കുടിക്കാൻ പോകാമെന്ന്. അപ്പൊ അവരുടെ ആ മനസ്സിന്റെ ഐക്യമാണ് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഉണ്ടല്ലേ, നമ്മുടെ അടുത്ത കൂട്ടുകാർ ചെയ്യുന്നത് പോലെ അത് അനുകരിക്കാൻ ഒരു പ്രവണത. ഇതുപോലെ ക്ലാസ് രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ബുക്കിൽ എഴുതുമ്പോൾ രണ്ടുപേരും ഒരേ കാര്യം എഴുതത്തുള്ളൂ, ഒരേപോലെ വായിക്കുകയുള്ളൂ എന്ന് തെളിയിക്കാനാണ് കഥാകൃത്ത് ഇങ്ങനെ. 7ല് തിളങ്ങിയിരുന്ന ആ വാൾ പഴയതായിരുന്നു എന്ന് സാഹില് വായിക്കുവാണെങ്കിൽ ബേലയും അത് തന്നെ വായിക്കും. ചമക്കുടി സൻസത്താവിന് വഹത്തൽവാർ പുരാണി ആര് വായിക്കും, ബേലയും വായിക്കും. അപ്പൊ ഒരേ വാചകങ്ങളും ഒരേ ബുക്കും ഒരുപോലെ എഴുതുകയും ഒരുപോലെ വായിക്കുകയും ചെയ്യുന്ന രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ബേല സാഹിൽ എന്നാണ് കഥാകൃത്യത്തിലൂടെ പ്രതിപാദിക്കുന്നത്. എന്നോട് പറയാം, ക്ലാസ്മേ ദോനോ പാസ് പാസ് പറ്റതെ, ക്ലാസ് രണ്ടുപേരും അടുത്തടുത്തായിരുന്നു ഇരിക്കുന്നത്. കാപ്പിമേ കാം കർത്തേ തോ ദോനോ കാപ്പിമേ കാം കർത്തേതെ, അതായത് ബുക്കിൽ എഴുതുവാണെങ്കിൽ രണ്ടുപേരും ബുക്കില് എഴുതുമായിരുന്നു. കിതാബ് എടുത്തോ ദോനോ കിതാബ് എടുത്തേ, ബുക്ക് വായിക്കുവാണെങ്കിൽ രണ്ടുപേരും പുസ്തകം ഒരേപോലെ വായിക്കും. ബൽക്കി പാഠ് ഫിയേക്ക് ഹി പഠിത്തേ, എന്ന് വെച്ചാൽ ഒരേ പാഠമേ പഠിക്കത്തുള്ളൂ. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാവും, സാഹിൽ ഫി കഥ ബഹൻജി പാനി പീനെ ചല ജാവും. വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ എന്ന് ബേല ചോദിക്കുകയാണെങ്കിൽ സാഹിലും ചോദിക്കും വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ എന്ന്. गणित के मैथ साहब सुरेंद्र जी का पीरियड खेल घंटी के बाद आता था. बच्चे उनसे कामते थे और खेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അപ്പൊ കണക്കിന്റെ മാഷ് സുരേന്ദർജിയുടെ ക്ലാസ് എന്ന് പറയുന്നത് ഡ്രിൽ പീരീഡിന്റെ ശേഷമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ കാണുമ്പോൾ വിറയ്ക്കുമായിരുന്നു.
ഡ്രിൽ പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ തങ്ങളുടെ സീറ്റുകളിൽ ഇരിക്കുമായിരുന്നു. ഗണിത് കെ വാട്സ്ആപ്പ് സുരേന്ദ്രജി ക പീരീഡ് ഖേൽ ഘണ്ടി കെ ബാദ് ആത്താ താ. അതായത് കണക്കിന്റെ മാഷ് സുരേന്ദ്രജിയുടെ ക്ലാസ് എന്ന് പറയുന്നത് ഡ്രിൽ പീരീഡ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു. ബच्चे उनसे काम दे दे. കുട്ടികൾക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നു. और खेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. കുട്ടികൾ അദ്ദേഹത്തെ കണ്ടാൽ വിറയ്ക്കുമായിരുന്നു. അതുകൊണ്ട് ഡ്രിൽ പീരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ തങ്ങളുടെ സീറ്റുകളിൽ ഇരിക്കുമായിരുന്നു. सुरेंद्र जी व्हाट्सएप इसी पीरियड में काफी जांचते थे. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे. था छापट मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ മാഷ് ഈ പീരീഡിലായിരുന്നു കോപ്പി, അതായത് ബുക്ക് പരിശോധിക്കുന്നത്. ചെറിയ തെറ്റ് കണ്ടാൽ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റുമായിരുന്നു, അല്ലെ അടിക്കും. അദ്ദേഹം തല്ലാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തന്നെ മറന്നുപോകും. അത്രയ്ക്ക് ദേഷ്യക്കാരൻ ഒരു മാഷായിരുന്നു സുരേന്ദ്ര മാഷ്. एक दिन सुरेंद्र जी व्हाट्सएप ने बेला के बालों में पंजा फंसाया. ഒരു ദിവസം സുരേന്ദ്ര മാസ്റ്റർ ബേലയുടെ മുടിയിഴകളിൽ പിടിച്ചു വലിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. പക്ഷേ ഏത് തെറ്റിൻ്റെ പേരിലാണ് ബേലയെ ശിക്ഷിക്കാൻ തുടങ്ങിയത്? അതൊരു തെറ്റേ ആയിരുന്നില്ല. അദ്ദേഹം ബേലയെ വെറുതെ വിട്ടു. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरा को देखकर साहिल बुरी तरह डर गया था. ബേലയുടെ പേടിച്ചിരുണ്ട മുഖം കണ്ടിട്ട് സാഹിൽ വല്ലാതെ പേടിച്ചു പോയിരുന്നു. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं जैसे वह खड़े खड़े अभी गिर जाएगी. सुरेंद्र जी व्हाट्सएप ने कापी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. ഒരു ദിവസം സുരേന്ദ്ര മാസ്റ്റർ ബേലയുടെ മുടിയിഴകളിൽ പിടിച്ചു വലിച്ചു. എന്ത് തെറ്റിനാണോ പിടിച്ചു വലിച്ചത് അതൊരു തെറ്റേ ആയിരുന്നില്ല. അദ്ദേഹം ബേലയെ വെറുതെ വിട്ടു. ബേലയുടെ പേടിച്ചിരുണ്ട മുഖം കണ്ടിട്ട് സാഹിൽ വല്ലാതെ അങ്ങ് പേടിച്ചുപോയി. ബേലയുടെ കാലുകൾ ഇപ്പോഴും വിറയ്ക്കുന്നത് അവൻ കണ്ടു. നിന്ന നിൽപ്പിൽ അവൾ മറിഞ്ഞു വീഴുമോന്ന് വരെ സാഹില് ഭയപ്പെട്ടു. സുരേന്ദ്രൻ മാഷ് എന്തു ചെയ്തു? സുരേന്ദ്രൻ സർ ബുക്ക് അവളുടെ സീറ്റിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്റെ സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞു. बेला का मन बहुत अब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नस्ल में बहुत अच्छी है. എന്താ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ സുരേന്ദ്രൻ മാഷ് ബുക്ക് അവളുടെ സീറ്റിലേക്ക് എറിഞ്ഞുകൊണ്ട് നിന്റെ സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞപ്പോൾ ബേലയുടെ മനസ്സ് നന്നായി വിഷമിച്ചു. മാസ്റ്റർ വേണമെങ്കിൽ എന്നെ അടിച്ചോട്ട്, പക്ഷെ അത് സാഹിലിന്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു എന്ന് ബേല ഓർക്കുകയാണ്. സാഹിലിന്റെ ദൃഷ്ടിയിൽ എപ്പോഴും ബേല നല്ല കുട്ടിയായിരുന്നുകൊണ്ട് അവൾക്കിപ്പോൾ സാഹിലിന്റെ മുന്നിൽ വെച്ച് ഇത് നാണക്കേട് സംഭവിച്ചത് വല്ലാതെ തോന്നി. എന്നിട്ട് എന്തോ ചെയ്തു? जब वो उसके पास आकर बैठी उससे नजर नहीं मिला पाई. എന്ത് ചെയ്തു? അവന്റെ അടുത്ത് പോയിരുന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും സാധിച്ചില്ല. കാരണം സാഹിലിന്റെ മുന്നിൽ എപ്പോഴും ബേല നല്ല കുട്ടിയാണ്. ആ ബേലയാണ് മാഷ് ഇങ്ങനെ മുടിക്ക് പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ബേലയുടെ മനസ്സിൽ അന്നേരം തോന്നിയ ഭാവങ്ങളാണ്. അതായത് നാണക്കേട് കൊണ്ട് സാഹിലിന്റെ അടുത്ത് പോയിരിക്കാനും പറ്റുന്നില്ല, അടുത്തിരുന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കൊരു നാണം കെട്ട അവസ്ഥയിലായിരുന്നു ബേല. ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കാം. ഇത് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बांधी थी. ദീപാവലിയുടെ അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോൾ ബേലയുടെ തലയിൽ വെളുത്ത ബാൻഡേജ് ഉണ്ടായിരുന്നു. कोई उसे होए होए सफेद पट्टी कह रहा था, कोई സുൽത്താന ഠാക്കു तो कोई कुछ और कहकर चिड़ा रहा था. എന്ന് വെച്ചാൽ ചിലരൊക്കെ എന്താ വിളിച്ചു? കൊള്ളക്കാരുടെ രാജ്ഞി, വെള്ള ബാൻഡേജുകാരി, എന്നിട്ട് മറ്റു പലതും വിളിച്ച് ഓരോരുത്തരും കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ പട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം? ബാൻഡേജ് എന്നാണ്. സിർ എന്ന് പറഞ്ഞാൽ തല, ഠാക്കു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരി. ഠാക്കു കൊള്ളക്കാരനാണ്, സുൽത്താന ഠാക്കു കൊള്ളക്കാരി. പിന്നെ ചിടാരഹത എന്ന് വെച്ചാൽ ഇങ്ങനെ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നു, അതിനാണ് ചിടാരഹന എന്ന് പറയുന്നത്. ബാന്തിന എന്ന് വെച്ചാൽ കെട്ടുക എന്നാണ്, കളിയാക്കുന്നതിനാണ് ചിടാന. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥങ്ങൾ. ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കാം. ये क्या हो गया बेला? साहिल ने परेशान होते हुए पूछा. ഇത് എന്തു പറ്റി ബേലെ? സാഹിലെ പരിഭ്രമത്തോടെ അല്ലെ ടെൻഷനോട് കൂടി ചോദിച്ചു. ഛത്സ ഗിർ ഗയി,
बेला ने हंसते हुए कहा और कहा, बहुत दिन हो गए, आज खेलगंडी में ഗാന്ധി ചൗക്ക് में ലങ്കടി ടാങ്ക് ഖേലേങ്കെ. എന്താ പറയണത്? വേല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ടെറസിൽ നിന്ന് വീണതാണ്. പിന്നെ അവൾ പറഞ്ഞു, കുറെ ദിവസങ്ങളായി നമുക്ക് കളിച്ചിട്ട്, ഇന്ന് ഡ്രിൽ പീരീഡിൽ നമുക്ക് ഗാന്ധി ചൗക്കിൽ ഒറ്റക്കാലിൽ കളിക്കുന്ന ചാട്ടം അല്ലെ ഓട്ടം കളിക്കാമെന്ന് പറയുന്നു. നഹി ഖേലേങ്കെ, തേരെ സിർ മേ ഫിർ സേ ലഗ് ജായേഗി തോ, വേണ്ട നിന്റെ തലയിൽ വീണ്ടും മുറിവുണ്ടായല്ലോ എന്ന് സാഹിൽ പറയുന്നു. അപ്പം ബേല പറയുന്നു, നഹി ലഗേഗി. ബേലാനെ സിദ് की और वे हमेशा की तरह सारे बच्चों के साथ गांधी चौकी बालू में पूरी खेलगंडी ലങ്കടി ടാങ്ക് खेले. അപ്പം എന്നത്തെയും പോലെ എന്ത് ചെയ്തു? എനിക്കൊന്നും പറ്റില്ല, ഉണ്ടാവില്ല എന്ന് ശടിച്ചിട്ട് എല്ലാ കുട്ടികളുടെയും കൂടെ ഗാന്ധി ചൗക്കിലെ മണലിൽ ഡ്രിൽ പീരീഡ് മുഴുവൻ ഒറ്റക്കാലിൽ ചാട്ടം കളിച്ചു. अपने चारों ओर खेलते देखकर ഗാന്ധിജിക്ക് മൂർത്തിയായി. സീതക്ക, ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ മറ്റു സമയത്തേക്കാൾ കൂടുതൽ ചിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. അപ്പം ഗാന്ധിജിയുടെ പ്രതിമ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ഈ ദിവസം കൂടുതൽ ചിരിക്കുന്നതായിട്ട് കാണുന്നവർക്ക് അനുഭവപ്പെട്ടു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक മുസ്കര രഹി ഹോ. എങ്ങനെ കാണപ്പെട്ടു? ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്ന കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ ചിരിക്കുന്നതായിട്ട് കാണുന്നവർക്ക് അനുഭവപ്പെട്ടു. എന്ന് വെച്ചാൽ ഗാന്ധിജി പോലും സന്തോഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത വരികൾ നോക്കാം. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. वह एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. എന്ന് വെച്ചാൽ അന്ന് ഞായറാഴ്ചയായിരുന്നു. സാഹിൽ തൻ്റെ വീട്ടിലെ വേപ്പമരത്തിൻ്റെ ചില്ലയിൽ പിടിച്ചാടുകയായിരുന്നു. അപ്പോൾ ഒരു സ്റ്റൂളിൽ കയറി നിന്നാണ് ആടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിലെ ഒരാണി സാഹിലിൻ്റെ കാൽമുട്ടിന് താഴെയായിക്കൊണ്ട് 1 ഇഞ്ച് ആഴത്തിൽ കുഴിഞ്ഞ് ഒരു മുറിവുണ്ടായി സാഹിലിൻ്റെ കാലയിൽ. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. സാഹിലിനെ ഇവിടെ കൊണ്ട് സർക്കാർ ആശുപത്രിയിൽ ബാൻഡേജ് ഇടാനായി കൊണ്ടുപോയി. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. അപ്പം സാഹിൽ കണ്ടു 2 പേർക്ക് മുന്നിലായി ബേല നിൽക്കുന്നത് കണ്ടു. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹെ, തലയിൽ ബാൻഡേജ് ഇടാൻ വന്നതാണ്. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. എന്ന് വെച്ചാൽ സ്കൂളിൽ വരികയും പോവുകയും ചെയ്യുമ്പോൾ കാണുന്നവർക്ക് ഒരാളുടെ തലയിലും മറ്റേ ആളുടെ കാലിലും കെട്ടുണ്ടായിരുന്ന 2 കുട്ടികളെ കാണാൻ പറ്റുമായിരുന്നു. വെള്ള ബാൻഡേജ് ഇട്ട് ഈ 2 പേരെ എവിടെ ഒന്നിച്ച് കാണാമായിരുന്നു. കാരണം ഒരാളുടെ കാലിലാണ് കെട്ട്, ഒരാളുടെ തലയിലാണ്. അടുത്ത വരികൾ നോക്കാം. 5वीं कक्षा का रिजल्ट आ गया. दोनों छड़ी में आ गए. एक स्कूल 5वीं तक ही था. അപ്പം 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. 2 പേരും 6ാം ക്ലാസ്സിലായി. ഈ സ്കൂൾ 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ, അബ് തും കഹാം പഠോഗെ? ബേലാനെ പൂച്ച. സാഹിൽ, നീ എവിടെയാണ് പഠിക്കുന്നതെന്ന് ബേല ചോദിച്ചു. അർ തും കഹാം പഠോഗി ബേല? സാഹിലിനെ പൂച്ച. സാഹിൽ ചോദിച്ചു, നീ എവിടെയാണ് പഠിക്കുന്നതെന്ന്. मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशालाओं में पढ़ाएंगे. എൻ്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എന്നെ ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണ് വിടുന്നതെന്ന്. നിന്നെയോ? ബേല സാഹിലിനോട് ചോദിക്കുവാണ്. മുझे अगले साल अजमेर भेज देंगे. वहाँ में एक हॉस्टल है. घर से दूर वहाँ अकेला रहूँगा. എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് അയക്കും. അവിടെ ഒരു ഹോസ്റ്റലുണ്ട്. വീട്ടിൽ നിന്ന് ദൂരെ അവിടെ ഞാൻ ഒറ്റയ്ക്ക് കഴിയും എന്നാണ് സാഹിൽ പറഞ്ഞത്. ക്യോ സാഹിൽ, അതെന്താ? പതാനഹിക്കോ, അതെന്താണെന്ന് അറിയില്ല. തോ യാനി കി അബ് തും ഫുലേറാമേ ഹി നഹി രഹോഗെ നഹി. അപ്പോൾ എന്താണ്? അപ്പം നീ ഇനി ഫുലേറയിൽ താമസിക്കുകയില്ല. അപ്പം സാഹിൽ പറയണം, നഹി തുമാര റിപ്പോർട്ട് കാർഡ് ദിക്കാനാ. സാഹിൽ എന്നിട്ട് റിപ്പോർട്ട് കാർഡ് ചോദിക്കുന്നു, വിഷയം മാറ്റാനെന്ന പോലെ. എന്നിട്ട് നോക്കുന്നു. സാഹിൽ ബേല का റിപ്പോർട്ട് കാർഡ് देख रहा था. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കി. और ബേല സാഹിൽ का. ബേല എന്തോ ചെയ്തു? സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കി. आज आखिरी बार वे एक दूसरे की कोई चीज़ को छू कर देख रहे थे. ഇന്ന് അവസാനമായിട്ടാണ് അവർ പരസ്പരം ഏതോ വസ്തുവിനെ തൊട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ബേല, തുമാരി ആങ്ക് മേ ആംസു ക്യോ ആ രഹേ ഹേ? അപ്പം സാഹിൽ ചോദിക്കുകയാണ്, തുമാരി ആങ്കോ മേ ആംസു ക്യോ ആ രഹേ ഹേ ബേല? നിൻ്റെ കണ്ണുകളിൽ എന്താണ് കണ്ണീർ വരുന്നത്?
മുझे ക്യാ പതാ, ബേലാനെ ഡബഡ്ബായി ആംഗോം സെ ഹസ്തെ ഹുയെ കഹ. ബേല എന്തോ പറഞ്ഞു, എനിക്കെങ്ങനെ അറിയാം എന്ന് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, ചിരിച്ചുകൊണ്ട്. साहिल की आंखें बीर बहूटी की तरह लाल होने लगी थी। हवा में बारिश की बूंदों सा पानी भर गया था। बेला कहने लगी, मैं चिढ़ाऊं अब तुम्हें. റോനി സൂരത് സാഹിൽ. സാഹിലിൻ്റെ കണ്ണുകൾ ചുവന്ന മഴക്കാലക്കീടത്തെ പോലെ ചുവന്നതാകാൻ തുടങ്ങി. അവയിൽ മഴത്തുള്ളികൾ പോലെ വെള്ളം നിറഞ്ഞിരുന്നു. ബേല പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പോൾ ദേഷ്യ പിടിപ്പിക്കട്ടെ. കരയുന്ന മുഖമുള്ള സാഹിൽ എന്ന്. അപ്പോൾ രണ്ട് പേർക്കും നല്ല വിഷമമുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് അങ്ങനെയാണ്. ഒന്നിച്ച് പഠിച്ച രണ്ട് കുട്ടികൾക്ക് വേർപിരിയുന്നതിനുള്ള സങ്കടമാണ് കണ്ടത്. ഇനി അടുത്ത വരികൾ നോക്കാം. ബാരിഷേ ആനേമേ ഡേത് മഹീന ബാക്കിത. മഴക്കാലം വരാൻ ഇനി 1.5 മാസം കൂടിയുണ്ട്. ലേക്കിൻ യഹ് ബാരിഷോം സെ പഹലേക്കി ബാരിഷ് ക ഏക് ദിൻ ത. പക്ഷേ ഇത് മഴയ്ക്ക് മുമ്പുള്ള മഴയുള്ളൊരു ദിവസമായിരുന്നു. ആസ്മാൻമേം ഘടായേ ഗിരി थी, ധൂൾ ഭരി തേജ് ഹവായൻ ചൽ രഹി थी. അതായത് പൊടി നിറഞ്ഞ ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആകാശം മേഘാവൃതമായിരുന്നു. പാനി ബർസഗാത. മഴ പെയ്ത് തുടങ്ങിയിരുന്നു. ഫുലേറ കസ്ബയ്ക്ക് ബാദൽ ഛായി ഏക്ക് ഗലിമേ പാഞ്ചവി സെ ചടിമേ ചലി ഗയി ഏക്ക് ലടുക്കി ജാരഹിതി. എന്ന് വെച്ചാൽ എന്താണ്, ഫുലേറ നഗരത്തിലെ മേഘം വ്യാപിച്ചു കിടന്ന ആ തെരുവിൽ 5 നിന്ന് 6 കിടന്ന ഒരു പെൺകുട്ടി നടന്നു പോകുകയായിരുന്നു. അത്രയും മനസ്സിലായല്ലോ. ഉസ്കെ ബൂരെ ബാൽ ബീർ ബഹൂട്ടിയോं के रिंग के लाल रिबन से बंधे थे. എന്ന് വെച്ചാൽ അവളുടെ മുടി എന്ന് പറഞ്ഞാൽ തവിട്ട് നിറമുള്ള മുടിയായിരുന്നു. അത് ചുവന്ന മഴക്കാല കീടത്തിൻ്റെ നിറം എന്താണ്, ചുവപ്പ്. അങ്ങനെയുള്ള കളറുള്ള ഒരു റിബൺ കൊണ്ടായിരുന്നു കെട്ടിയിരുന്നത്. ദൂസരി ദിശക്കോ ജാതി ഏക്ക് ഗലിമേ പാഞ്ചി വീസ ചടിമേ ഗയ ഏക്ക് ഗ്യാര. അതായത് അടുത്ത ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള എതിർ ദിശയിലേക്ക് പോകുന്ന കുട്ടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ इसकी पिंडली में बेर बहूटी के रिंग का 1 इंच लंबा चोट का निशान था. അവൻ്റെ കാൽവണ്ണയിൽ ചുവന്ന നമ്മുടെ ബീർ ബഹൂട്ടി ഇന്ദ്രഗോപത്തിൻ്റെ കളറുള്ള 1 ഇഞ്ച് നീളമുള്ള മുറിവിൻ്റെ അടയാളമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ആരായിരിക്കും നടന്നു പോകുന്നതെന്ന്. ഒരു വഴിയിലൂടെ നമ്മുടെ ബേല നടന്നു പോകണേ, അതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയിലൂടെ ആര് പോകുന്നു, നമ്മുടെ സാഹിൽ പോവുകയാണ്. അപ്പോൾ 2 പേരും 2 ദിശയിലേക്കാണ് നടക്കുന്നതായിട്ട് കാണിക്കുന്നത്. കാരണം എന്താ, 2 പേരും 2 സ്കൂളിലായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഥ നന്നായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഇതെല്ലാവരും കണ്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണാം. അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോ അന്നേരം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കണം. അടുത്ത പാർട്ടിൽ ഞാൻ നോട്ട്സ് കാര്യങ്ങളൊക്കെ തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.